ഇനി മറ്റു വാർത്തകളിലേക്ക്. കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് ബോസ്ബേഗെ യാക്കോബായ പള്ളിയിൽ കോടതി വിധി നടപ്പാക്കാനായില്ല. പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാനാണ് കോടതി ഉത്തരവ്. പള്ളിക്കകത്തും പുറത്തുമായി വിശ്വാസികളും നിലയുറപ്പിച്ചതോടെ വിധി നടപ്പാക്കാനാകാതെ പോലീസും തഹസിൽദാരും മടങ്ങി. അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ. അലി, നേരത്തെയും പള്ളി ഏറ്റെടുത്ത് നൽകാനുള്ള നീക്കം നടന്നിരുന്നു. അത് പ്രതിഷേധത്തിൽ കലാശിച്ചിരുന്നു. പിന്നീട് പോലീസ് മടങ്ങുകയും ചെയ്തിരുന്നു. ഇന്നും സമാനമായ സാഹചര്യം. വിവരങ്ങൾ. ശ്രുതി പറഞ്ഞതുപോലെ കോടതി വിധി നടപ്പാക്കാനായി ഇന്നലെ തന്നെ പുളിന്താനം പള്ളിയിൽ പോലീസിന്റെ വലിയ സന്നാഹം തമ്പടിച്ചിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ യാക്കോബായ വിശ്വാസികൾ പള്ളിയിൽ കയറി പ്രതിഷേധം ആരംഭിച്ചിരുന്നു. വലിയ നിലയിലുള്ള പ്രതിഷേധത്തിന് ശേഷം ഇന്ന് രാവിലെ വീണ്ടും കൂടുതൽ പോലീസ് സന്നാഹം ഇവിടെ പള്ളിയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ വലിയ നിലയിലുള്ള പ്രതിഷേധം കണക്കിലെടുത്ത് കഴിഞ്ഞ 24-ാം തീയതി സംഭവിച്ചതിന് സമാനമായ നിലയിൽ പോലീസിന് പിൻവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. തഹസിൽദാർ ഉൾപ്പെടെ ഈ സ്ഥലത്തെത്തി ഈ വിശ്വാസികളുമായി സംസാരിക്കാൻ അനുനയത്തിനുള്ള ശ്രമം നടത്തിയിരുന്നു. ഈ പള്ളി വിട്ടുകൊടുക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ വലിയ നിലയിലുള്ള പ്രതിഷേധം തന്നെയായിരുന്നു ഇന്നിവിടെ യാക്കോബായ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ പ്രദേശത്ത് ഏകദേശം 300-ലധികം കുടുംബങ്ങൾ വരുന്നത് ഈ യാക്കോബായ വിശ്വാസികളാണ്. വിരലിലെണ്ണാവുന്ന കുടുംബങ്ങൾ മാത്രമാണ് ഓർത്തഡോക്സ് വിഭാഗത്തിനുള്ളത്. അവർക്ക് തങ്ങളുടെ പൂർവികരെല്ലാം കഷ്ടപ്പെട്ട് പണിതുയർത്തിയ വിശ്വാസം പരമ്പരാഗതമായി ഇവിടെ ആരാധിച്ചു പോരുന്ന ആരാധനയും വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് യാക്കോബായ വിഭാഗമുള്ളത്. നമ്മളോടൊപ്പം ഇപ്പോൾ സഭാ ട്രസ്റ്റി ഫാദർ റോയ് ജോർജ് കട്ടച്ചിറ ചേരുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും പോലീസ് പിൻവാങ്ങിയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും വിധി അങ്ങനെ നിൽക്കുകയാണ്. എന്താണ് പ്രതികരണം? ഈ വിധിക്കെതിരെ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ SLP ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ജൂലൈ മാസം 15-ാം തീയതി പരിഗണനയ്ക്ക് വന്നിരിക്കുകയാണ്. ഈ SLP ഫയലിൽ സ്വീകരിക്കുകയും എതിർകക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുന്നതിന് മുൻപ് ധൃതി പിടിച്ച് ഇത്തരത്തിൽ ഈ വിധി നടപ്പിലാക്കാനുള്ള ഒരു പരിശ്രമം നടക്കുന്നത്. ഇതിൽ ഞങ്ങൾക്കിടെ സങ്കടവും അമർഷവും പ്രതിഷേധവും ഉണ്ടെന്ന്. 2, ഇടവകാംഗങ്ങൾ അവരുടെ കഠിനാധ്വാനത്തിൽ പണി കഴിപ്പിച്ച പള്ളികൾ ഇത്തരത്തിൽ അവരെ പുറത്താക്കാൻ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. അപ്പോൾ കോടതി വിധിക്ക് അതുകൊണ്ട് ഞങ്ങൾ എതിരല്ല. വിശ്വാസികളെ പുറത്താക്കാൻ ഒരു കോടതിയും പറയാത്തിടത്തോളം ഞങ്ങളെ എന്തിനാണ് പുറത്താക്കുന്നത്? ഈ ഇടവകാംഗങ്ങൾ എന്തിനാണ് പറഞ്ഞത്? 300-ലധികം കുടുംബങ്ങൾ അവരുടെ പൂർവികർ പണി കഴിപ്പിച്ച പള്ളിയും സെമിത്തേരിയും അത് സംരക്ഷിക്കുകയും അവരുടെ വിശ്വാസ ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ നടത്താനുമാണ് ഈ പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതിന് വിരുദ്ധമായിട്ടുള്ളവരാണ് ഇവിടെ ഇപ്പോൾ കോടതി വിധിയുടെ പേരിൽ പ്രവേശിക്കാൻ വരുന്നത്. അതിനെയാണ് ഇടവകാംഗങ്ങൾ എതിർക്കുന്നത്. ഇനിയും ഒരു വരവ് കൂടി ഉണ്ടായാലും മുന്നോട്ടും ഈ പ്രതിഷേധം ഇങ്ങനെ തന്നെ തുടരും. തീർച്ചയായിട്ടും ഇടവകാംഗങ്ങൾ അവരുടെ പ്രതിഷേധവും തുടരും. സഭ അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രുതി, ഇത് തന്നെയാണ് യാക്കോബായ വിഭാഗത്തിന്റെ പ്രതികരണം, നിലപാട്. പ്പെടുകയാണ്. അപ്പോഴേക്ക് ഒരു പള്ളിയെങ്കിലും ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ 24-ാം തീയതി നമ്മൾ കണ്ടതാണ് വലിയ നിലയിലുള്ള പ്രതിഷേധം പോലീസിനെതിരെ ഉണ്ടായിരുന്നു. അതിന് സമാനമായ നിലയിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ഇന്നലെ രാത്രി മുതൽ പുളിന്താനം പള്ളിയിൽ നടന്നുകൊണ്ടിരുന്നത്. അല്പസമയം മുമ്പാണ് തഹസിൽദാരും പോലീസും ഈ പ്രതിഷേധക്കാരുടെ പ്രതിഷേധം നിലവിൽ ഇവിടെ നടക്കുന്ന പ്രതിഷേധം കണക്കിലെടുത്ത് പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇനി എന്തായാലും ഈ വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കോടതിയിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ടാകും. അത്തരത്തിൽ എന്തെങ്കിലും നടപടികളുമായി ഇനി മുന്നോട്ട് പോയാലും ഈ പ്രതിഷേധം ഇവിടെ തുടരും. ഈ വിശ്വാസം സംരക്ഷിക്കാനായി ഏതറ്റം വരെയും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യാക്കോബായ വിഭാഗം. ഈ പ്രദേശത്തെ വിരലിലെണ്ണാവുന്ന കുടുംബങ്ങൾ മാത്രമുള്ള ഓർത്തഡോക്സ് വിഭാഗത്തിന് വേണ്ടി ഈ മൃഗീയ ഭൂരിപക്ഷമുള്ള ഈ പ്രദേശത്തെ യാക്കോബായ വിശ്വാസികൾക്ക് തങ്ങളുടെ ആരാധനാലയം വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ തന്നെയാണ് യാക്കോബായ വിഭാഗം ഉറച്ചു നിൽക്കുന്നത്. ശ്രുതി.